മന്തമസ്സക ബിസുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ് എന്ന് അള്ളാഹുവിൻ്റെ നബി പഠിപ്പിച്ചതാണ്. എൻ്റെ സുന്നത്തിനെ, എൻ്റെ ചര്യ, എൻ്റെ ദീന്, എൻ്റെ ആദത്ത്, എൻ്റെ പതിവ്, അങ്ങനത്തെ ആശ്രയം ആര് തന്നെ നിലനിർത്തിയോ, എന്ത് ത്യാഗങ്ങൾ സത്വത്ത് കൊണ്ടാണ് നിലനിർത്തിയതെങ്കിലും അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയതായിരിക്കുന്ന പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ നബി പറഞ്ഞതാണ്. അവസാന കാലത്ത് ദീനിനെ നിലനിർത്തുന്നവർക്ക് 100 ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്നും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ തന്നെയാണ്, അത് എല്ലാവർക്കും അറിയാലോ. ഓരോരുത്തർക്കും ഓരോരുത്തരെ പാർട്ടി, ഓരോ പാർട്ടി, ടീ പാർട്ടി പോലത്തെ പാർട്ടികൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വളരെ പ്രയാസത്തോടു കൂടെ തന്നെയാണ് അള്ളാഹുവിൻ്റെ നബിയുടെ ദീൻ നിലനിർത്തിയത്. കോടികളെ കൊണ്ട് ആരും നിലനിർത്തിയിട്ടില്ല. കോടീശ്വരന്മാരും കോടികളെ കൊണ്ടും ഒന്നല്ല ഇവിടെ ദീൻ നിലനിർത്തിയത്. അള്ളാഹുവിൻ്റെ നബി പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ വഅദ് പറയും. ബിലാൽ എന്നവരെ പിരിവ് നടത്താൻ വേണ്ടിയിട്ട് സദസ്സിലേക്ക് അയച്ചു വിടും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. ആ കിട്ടുന്നത് ദീനിന് വേണ്ടിയിട്ട് ചെലവ് ചെയ്യും. അങ്ങനെയാണ് ദീനോടെ ഉണ്ടാക്കി തീർത്തത്. അത് അവസാന കാലം വരേക്കും അത് ഇന്നത് നിലവിലുള്ളത്. ഈ അവസ്ഥ നിലവിലുണ്ടെങ്കിൽ അവസാന കാലത്തും അത് നിലനിൽക്കും, അത് തുടരും എന്ന് അല്ലാഹുവിൻ്റെ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ. മൻ തമസ്സക ബിസുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി. ഉമ്മത്ത് ഫസാദാകുന്ന സമയത്ത്, ഉമ്മത്തൊക്കെ ഇപ്പോൾ എന്തോ ആയിപ്പോയല്ലോ. അപ്പം അങ്ങനത്തെ കാലത്ത് എൻ്റെ ദീനിനെ ആര് നിലനിർത്തിയോ, അത് ആര് സഹായിച്ചോ, അവർക്ക് ഷഹീദിൻ്റെ 100 ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ നബി പഠിപ്പിച്ചതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ എന്നവർ അതിനെ അള്ളാഹുവിൻ്റെ നബിൻ്റെ ഉപദേശം അനുസരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ വഅദ് പറയുമ്പോൾ മുണ്ട് കാട്ടിയിട്ട് വിരിക്കലായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയപ്പെടുന്ന സംഗതിയാണല്ലോ. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് മുതൽക്കേ ഈ ദീനിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഓരോരുത്തർക്കും അനുഭവത്തിൽ പഠിക്കാനുള്ളതാണ്. ഒരു നസ്സലു മിനൽ ഖുർആനി, അള്ളാഹു പറയാണ്, ഖുർആനിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. മാ ഹുവ ഷിഫാഉൻ. ഷിഫാ, അള്ളാഹു എല്ലാ പ്രശ്നങ്ങൾക്കും ശിഫ നൽകുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും ശിഫ നൽകുന്നതായ ചില കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഖുർആനെ അങ്ങനെ ഇറക്കിയതാണ്. ഓരോ സൂറത്തുകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. യാസീനെ സംബന്ധിച്ച് സൂറത്ത് യാസീൻ ലിമാ ഖുരിഅത്ത് ലഹു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. യാസീൻ സൂറത്ത് എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഓതിയതെങ്കിൽ അത് ആ ഉദ്ദേശത്തിനെ സ്വീകരിക്കപ്പെടും, സഫലീകരിക്കപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ നബി നമ്മളെ പഠിപ്പിച്ചതാണ്. നമുക്കിപ്പോൾ അതൊക്കെ ഇവിടെ ആവശ്യമാണ്. കാരണം എങ്ങനെയെങ്കിലും ഇത് നശിക്കണം, ഇതുണ്ടാവരുത്, ഉയരരുത് എന്നൊക്കെ ശത്രുക്കൾ, ദീനിൻ്റെ ശത്രുക്കൾ, നമ്മളെ ശത്രുവല്ല, അള്ളാഹിൻ്റെ ശത്രു, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. അത് പണ്ടുകാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പം അതിനാണ് ഇപ്പോൾ യാസീന് കുറ്റിയടിക്കുമ്പോൾ ഒന്നും ഇപ്പോൾ ആരും യാസീൻ ഓതൂല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് യാസീൻ ഓതിയത്. മനസ്സിലായില്ലേ? അപ്പം ശത്രുക്കളൊക്കെ ആണ്ട് നശിച്ചു പോട്ടെ. അള്ള പറഞ്ഞു, നിങ്ങൾക്ക് ശത്രുത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്തൂബി കൈ വയ്ക്കും, നിങ്ങളൊക്കെയാണ് ചത്ത് പൊയ്ക്കോളിയടാ എന്ന്. അള്ളാഹുവിൻ്റെ ദീനിനെ അള്ള നിലനിർത്തുക തന്നെ ചെയ്യും. അത് ഒരു ശത്രുവിനെ കൊണ്ടും നശിപ്പിക്കാൻ കഴിയൂല. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളുടെ സ്ഥാപനങ്ങൾ അതിൽ കളങ്കമൊന്നുമില്ല, മായല്ല, കോടികളെ കൊണ്ടുണ്ടാക്കിയതല്ല, ഒക്കെ ചില്ലറ ചെറിയ ചെറിയ സഹായങ്ങളെ കൊണ്ടിട്ടും ഒക്കെയാണ് ഉണ്ടാക്കിയത്. എവിടെയാണെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് നോക്കി. പക്ഷേ
എല്ലാവർക്കും കോടീശ്വരന്മാർക്കൊക്കെ ബുദ്ധിമുട്ടും വിഷമമുണ്ടെങ്കിലും നമ്മളെ സ്ഥാപനത്തിന് എവിടെയും വിഷമല്ല. ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ സ്ഥാപനങ്ങളാക്കിയിട്ട് മാറ്റിയെടുത്ത് ഉണ്ടാക്കി അത് പൂർണ്ണമാക്കി കഴിഞ്ഞാൽ അത് നമ്മളെ നാട്ടുകാർക്ക് ഏൽപ്പിക്കലാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്ഥാപനമൊന്നുമില്ല. അതിനൊരു പേര് അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അത് ഓരോരുത്തർ ഫിത്തന അതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മളൊരു നേതൃത്വം നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് മാത്രം. സ്ഥാപനം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ഥാപനം ഉണ്ടായാൽ അത് നിങ്ങളെ സ്ഥാപനം തന്നെയാണ്, ചെറുവാഞ്ചേരിക്കാരെ സ്ഥാപനം തന്നെയാണ്, നമ്മളതൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഉദ്ദേശം. മറ്റു ചിലർ അങ്ങനെയല്ല. ഓരോ നാട്ടിൽ അവിടെ ഒരു 10 സെന്റ് സ്ഥലം മേടിക്കും, എന്നിട്ട് അവിടെ ഒരു കൂടാനുണ്ടാക്കും, എന്നിട്ട് അവിടെ ഫിത്തന ഉണ്ടാക്കും, ജനങ്ങളെ തമ്മിൽ തെറ്റിക്കും. ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ളതൊക്കെ കാണുന്നത്. നമ്മളത് അങ്ങനെയല്ല, നമ്മളത് ഫിത്തനയില്ല. അത് നമ്മൾ അല്ലാഹു പറഞ്ഞതാണ്, ഇത്തഖൂ ഫിത്തന, നിങ്ങൾ ഫിത്തനാനെ സൂക്ഷിക്കണം എന്ന്. എവിടെ ദീനിൻ്റെ മേഖലയിലല്ല, എവിടെ എന്തുണ്ടാക്കിയാലും ഫിത്തന വരും. അതുകൊണ്ട് ആ ഫിത്തന നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ. അപ്പോൾ നമുക്ക് പിന്നെ ഫിത്തനല്ല, നമ്മളെ ഫിത്തന കൊണ്ടിട്ട് നമ്മൾ പരാജയപ്പെടൂല. നമ്മളുടെ ജനങ്ങൾ നമ്മൾ സ്ഥാപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നിയത്താക്കിയിട്ടും നേർച്ചയാക്കിയിട്ടും, നേർച്ചയ്ക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ടല്ലോ. നേർച്ചയ്ക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃക നേർച്ചയിൽ കൂടിയാണ്. ജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി വജ്തബാകും മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം. സദഖല്ലാഹു മൗലാനൽ അലീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നിങ്ങൾ ജിഹാദ് ചെയ്യണം, യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. വജ്തബാകും, അങ്ങനെ അതിന് വേണ്ടിയിട്ട് പരിശുദ്ധമായിരിക്കുന്നത് അങ്ങനത്തെ ആ കാര്യത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ ജിഹാദോട് കൂടിയിട്ട് പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം ഇവിടെ ഉണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ കൂടിയായിട്ടും നേർച്ചയായിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേർച്ചയുണ്ടാക്കി. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടീനെ അറുത്തിട്ട് ഒക്കെ വരിയർപ്പിക്കായം എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ നേർച്ചയാക്കി ഇതൊക്കെ ചെയ്യുന്നത് തന്നെയാണോ, അവരിത് ചെയ്യോ എന്ന് അള്ളാഹു നമുക്ക് അതിൻ്റെ അനുഭവത്തിൽ കൂടി നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നു. ആ കാര്യം അള്ളാഹും കൂടിയിട്ട് പൂർത്തിയാക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ മാതൃക അള്ളാഹു റബ്ബുൽ ഇസ്സത്തും കൂടിയിട്ട് അവരൊന്നിച്ചിടിയാക്കി തന്നു എന്ന്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദീനില്, ആ നേർച്ചയിൽ, ആ മാതൃകയിൽ നിങ്ങൾക്ക് ദീനിന് യാതൊരു ബുദ്ധിമുട്ടും ഒന്നും വരുത്തിയിട്ടില്ല. യാതൊരു ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിൽ ആ കാര്യം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന്. അവസാനം അത് സ്വർഗത്തിൽ നിന്നൊരു ആട്ടിനെ ഇറക്കി കൊടുത്തിട്ട് അതിൽ കൂടിയാണ് അള്ളാഹു അതിനെ പൂർത്തിയാക്കിയത്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് ജിഹാദ് ചെയ്യുക, അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃകയാണ് നേർച്ച. അപ്പം അതുകൊണ്ട് നിങ്ങൾ നേർച്ചയാക്കിക്കോളി. നിങ്ങളെപ്പോൾ കുറ്റിയടിച്ചു, അത് സ്ഥാപനം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് മഖബൂലായി. നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എത്രയും നിങ്ങൾ നേർച്ചയാക്കണം, എന്താ ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് അള്ളാഹു ഗുണം ചെയ്യും. അതൊക്കെ നിങ്ങൾ ചെയ്തോ നോക്കി. അങ്ങനെ അപ്പോൾ ഓരോരുത്തരും അത് സ്വീകരിച്ച് വ്യക്തിപരമായിട്ട് അത് കൈകാര്യം ചെയ്തുകൊണ്ട് സ്ഥാപനത്തിന് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്നാണ് നിങ്ങളോട് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പം അങ്ങനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ ഫലവും കിട്ടും. അത് അള്ളാഹുവിൻ്റെതാണ് നേർച്ച. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃകയാണ്.
അവർ നമുക്ക് മാതൃക കാണിച്ചു തന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വത്തബിഉ മില്ലത്ത അബീക്കും ഇബ്രാഹിം എന്ന്. നിങ്ങളുടെ വാപ്പ ലോകപിതാവ് നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അവരോട് നിങ്ങൾ പിൻപറ്റിക്കോ. അവർ നല്ല മനുഷ്യനാണ്, നല്ല മാതൃക കാണിച്ചു തന്നവരാണ്, അതിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരൂല എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു തന്നെ പറഞ്ഞു. മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത്ത അബീക്കും ഇബ്രാഹിം എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാതൃകയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവർ ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ട് നീർച്ചകളും ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. അതൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തു. അള്ളാഹു റബ്ബുൽ ഇസ്സത്തും കൂടി അതിൽ അനുഭവസ്ഥനാണ്. കുട്ടിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷെ അതിനനുസരിച്ച് ആ കൽപ്പന അള്ളാഹു സ്വീകരിച്ചു. അറുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, കുട്ടിനറുക്കൽ. അങ്ങനെ അള്ളാഹു ആ കാര്യം പൂർത്തിയാക്കി കൊടുത്തു. ആ സംഗതി അത് ലോകത്തിൻ്റെ മാതൃകയാക്കി മാറ്റിക്കൊടുത്തു. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ദീനിന് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്തു എന്ന് പടച്ചോൻ പറയാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരാത്ത രീതിയിൽ ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്തു, അത് പൂർത്തിയാക്കി തന്നു എന്ന്. അതുകൊണ്ട് വത്തബിഉ മില്ലത്ത അബീക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃക, നിങ്ങളുടെ പിതാവായിരിക്കുന്ന ലോകപിതാവായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അവരുടെ മാതൃക നിങ്ങൾ മുറുകെ പിടിച്ചോ. അവർ നേർച്ചയാക്കിയവരാണ്. 70 ഓർമ്മ ശരിയാണെങ്കിൽ അത്രയും വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനിക്ക് നേർച്ചയിൽ കൂടിയായിട്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ജനിച്ചത്. കണ്ടോ? അങ്ങനെ ആ കുട്ടി ലോകത്തിൻ്റെ ചരിത്രമായി മാറി. അപ്പം അങ്ങനെ ഇന്നും ആ സംഭവങ്ങൾ നേർച്ച നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം അതുകൊണ്ട് നേർച്ചയ്ക്ക് എപ്പോഴും സ്ഥാനമുണ്ട്. അതിൽ ശിർക്കൊന്നുമില്ല. അത് ശിർക്കല്ല. ശിർക്കൊന്നും അള്ളാഹു മഹാന്മാരെ കൊണ്ടും അള്ളാഹുവിൻ്റെ നബിമാരെ കൊണ്ടും മഹത്തുക്കളെ കൊണ്ടും ചെയ്യിപ്പിക്കൂല. മനസ്സിലായില്ലേ? അത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായിരിക്കുന്ന ഒരു പരിപാടിയാണ് നേർച്ചയാക്കൽ. അങ്ങനെ 10-40 വർഷങ്ങൾക്ക് മുമ്പായിട്ട് നമ്മളിവിടെ 40 വർഷങ്ങളെ കൊണ്ട് ഇവിടെ പല ജാതി നേർച്ചകൾ, എത്രയോ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായിട്ടും ഓരോ കാര്യങ്ങളും ചെയ്തിട്ടും ആയിരക്കണക്കിൽ മക്കൾക്ക് പേര് വിളിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊക്കെ അതൊക്കെ അനുഭവം ഉണ്ടാവും മുമ്പൊക്കെ. ഇപ്പൊക്കെ പിന്നെ മറഞ്ഞുപോയി. അത് ഇനി അങ്ങനെയാണ് പോവും പറ്റേ, ഒന്നുമല്ലാതെ. അത് നിങ്ങളെ ഭാഗ്യമാണ്. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ സംഭവമാണ് നേർച്ച എന്ന് പറഞ്ഞത്. അതിൽ പല ഗുണങ്ങളുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഖുർആനിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ, ചില സൂറത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്, കരുണയാണ്. മാ ഹുവ ശിഫാഉം, അവർക്ക് ശിഫയാണത്. അവർക്ക് ശിഫ ഉണ്ടാകുന്നതും അവർക്ക് റഹ്മത്തുണ്ടാകുന്നതുമായിരിക്കുന്ന മേഖലകൾ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരസ്യമായിട്ട് പറയുകയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തുമാണ്, ബർക്കത്തുമാണ്. കേട്ടോ? അപ്പം അങ്ങനെ നമ്മൾ ഖുർആൻ നമുക്ക് റഹ്മത്തും ബർക്കത്തും, രോഗങ്ങൾക്ക് ശിഫയും, എല്ലാ മുറാദുകളും ഹാസിലാവാനും ഒക്കെ നമുക്കൊരു കാര്യമായി കൊണ്ട് അല്ലാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയതായിരിക്കുന്ന ഖുർആൻ, ഹിഫ്ദുൽ ഖുർആൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇന്ന് നിലനിന്ന് പോകണം. അതൊന്നും നശിച്ചു പോകാൻ പാടില്ല.
അത് നശിച്ചു പോയാൽ നമ്മളുടെ ദീന് നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനത്തെ മഹത്തുക്കൾ നമുക്കിവിടെ വേണം. അതിനെ നമുക്കിവിടെ നിലനിർത്തി തരണം. അതിനെ നിലനിർത്തണം. നേർച്ചയാക്കിയാൽ അത് ഫലം വേണം. അത് അള്ളാഹു സ്വീകരിച്ചതിൻ്റെ തെളിവാണ്. അതൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കി. എത്ര സ്ഥാപനങ്ങളുണ്ടല്ലോ. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഒരു നേർച്ച ഫലിക്കട്ടെ? അപ്പം നമ്മൾക്ക് അങ്ങനെ ആദ്യം എല്ലാവർക്കും അത് പരസ്യമാണ്, പബ്ലിസിറ്റിയാണ് നേർച്ച. അത് അള്ളാഹുവിൻ്റെ മാതൃകയാണ്. അത് റഹ്മത്താണ്, ബർക്കത്താണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങൾക്ക് അത് റഹ്മത്താണ്, ബർക്കത്താണ്, രോഗങ്ങൾക്ക് ശിഫയാണ്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാഇ. ഒരു ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ, ഒരു ഫാത്തിഹ ഓതിയിട്ട് വെള്ളത്തിലൂതി കൊടുത്താൽ അത് ശിഫയാണ്. അതിൽ ശിഫയുണ്ട്. അത് മരുന്നാണ്. അത് എല്ലാ രോഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന സാധനമാണ് ഫാത്തിഹ. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാഇ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അലാമൻ ബഹുമാനപ്പെട്ട മഹാന്മാർ പറയുന്നു. അപ്പം അങ്ങനത്തെ ഒരു സംഗതിയാണ് നമ്മളുടെ സ്ഥാപനം. നമ്മളത് കുറ്റിയടിച്ചു. ഇനി അതിന് നിങ്ങൾ നല്ലോണം നേർച്ചയാക്കിക്കോ. നിങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പരിഗണിക്കപ്പെടുന്നതാണ്. അത് സഫലീകരിക്കപ്പെടുന്നതാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ധൈര്യത്തിൽ തന്നെ ചെയ്തോ. അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉലുൽ അസ്മ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃകയാണ്, പാരമ്പര്യമാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹു എടുത്തു പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ എന്ന്. നമ്മൾ ഖുർആനിൽ ചില സൂറത്തുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്, ബറക്കത്താണ്, മുഅ്മിനീങ്ങൾക്ക് വരുന്ന രോഗങ്ങൾക്ക് ശിഫയാണ് എന്നൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നേർച്ചനെ സംബന്ധിച്ചും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അതും വലിയതായിരിക്കുന്നൊരു മാതൃകയാക്കിയിട്ട് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തത് അല്ലാഹു. എന്നിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് എന്ന്. ആ ദീനിനെ അതിൽ ആ നേർച്ചക്കടം വീട്ടിയതിൻ്റെ പേരിൽ, അങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദീനിന് യാതൊരു പ്രയാസമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെട്ടുകൊണ്ട്, അതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിനക്ക് പരിഹാരമുണ്ടാക്കി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് കൈകാര്യം ചെയ്തു. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാതൃകയ്ക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് വത്തബിഉ മില്ലത്ത് അബീക്കും ഇബ്രാഹിം. നിങ്ങളെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ മാതൃകയിൽ നിങ്ങൾ നല്ലോണം മുറുകെ പിടിച്ചോ. അതിൽ നിങ്ങൾ നല്ലോണം മുറുകെ പിടിച്ചോ, അതിനോട് പിൻപറ്റിക്കോ എന്ന്. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ചുരുക്കത്തിൽ നമ്മളെ സ്ഥാപനങ്ങളൊക്കെ ഇനി ആ രീതിയിൽ കൂടി ആയിട്ട് വരണം. അതുകൊണ്ട് അള്ളാഹു അതിനൊക്കെ നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ സമ്പത്തും സ്വത്തൊന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല. ഇവിടെ എത്ര ആളുണ്ടായിരുന്നു, വലിയ വലിയ മാന്യന്മാരും ഒക്കെ. ഓലിപ്പം എന്തേ പോയപ്പോൾ കൊണ്ടായത്? ആ സാധാരണക്കാരനും മിസ്കീനുമായിരിക്കുന്ന ഓരോരുത്തരും കൊണ്ടുപോയ പോലെ ഒരു 3 കഷ്ണം തുണി. കുറച്ച് പുതിയ തുണിയാണെന്ന് മാത്രം. അതേ കൊണ്ടുപോയിട്ടുള്ളൂ, വേറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പം അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ സമ്പാദിച്ച സ്വത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ മഹ്ശറിലേക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ ഖബറിലേക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ കൊണ്ടുപോയിക്കോ. ചെയ്തോ, സംഭാവന ചെയ്തോ എന്ന് അള്ളാഹു പറയാം. അപ്പം നിങ്ങൾ മരിച്ചിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ സമ്പത്തിൽ നിന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവ് ചെയ്തോ.
നിങ്ങൾ മരിച്ചിട്ട് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങളാരും തന്നെ തയ്യാറാവണ്ട. അത് ഈ കാലഘട്ടത്തിൽ പ്രയാസമാണ്. അതിന് പറ്റുന്ന മക്കളൊന്നും ഉണ്ടാകൂല. ഈ അവസാന കാലത്തിൽ ഇന്നമാംവാലുക്കും ഔലാദുക്കും ഫിത്ന, നാശത്തിൻ്റെ മക്കളായിരിക്കും ഉണ്ടാകുന്നത്. അവസാന കാലത്ത് നാശത്തിൻ്റെ സമ്പത്തായിരിക്കും ഉണ്ടാകുക എന്ന് അതും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഖുർആൻ കൊണ്ട് മാത്രമേ നമുക്ക് കഴിയുള്ളൂ, വേറെ ഒന്നുമില്ല. അത് തന്നെ നമുക്കുണ്ടല്ലോ ഇഷ്ടം പോലെ പറയാൻ. അപ്പം അങ്ങനത്തെ സംഗതിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് ദീനിന് വേണ്ടിയിട്ട് സഹായിച്ചോ. നമ്മളെ നാട്ടിലൊരു സ്ഥാപനം ഉണ്ടായി, ആ സ്ഥാപനം കുട്ടികൾ പഠിച്ച് ഖുർആൻ പഠിച്ചിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടൊരു യാസീൻ ഓതിപ്പിക്കുക. നമ്മളെ സ്ഥാപനത്തിൽ കൊടുത്തിട്ട് ജനാസ കൊണ്ടുവന്നിട്ട് ഒരു യാസീൻ ഓതിപ്പിച്ചിട്ട് വേർപ്പിക്കുക. എന്നാൽ അത് നമുക്ക് വലിയ മുതൽ കൂട്ടായിരിക്കും. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചോ. നമ്മളെ മുൻഗാമികളൊക്കെ മരിച്ചുപോയി, ഓരോന്നും ഒന്നും കൊണ്ടുപോയിട്ടില്ല. മനസ്സിലായില്ല? അപ്പം അതൊക്കെ വിശാലമായിരിക്കുന്ന ഒരു ഉപദേശമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, വേഗം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്തോ. ഞാനിനി ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ തൗഫീഖ് ഉണ്ടെങ്കിൽ വേഗം ബിൽഡിംഗ് ഉണ്ടാക്കി സ്ഥാപനം തുടങ്ങാൻ നോക്കി. അതിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹിൻ്റെ വിധിനൊക്കെ ഒരുമിച്ച് കൂടാം. മനസ്സിലായില്ല? അപ്പോൾ അതിന് വേണ്ടുന്ന പരിശ്രമമൊക്കെ നിങ്ങൾ നടത്തിക്കൂടെ വേഗം. അതിന് സമ്പത്തൊക്കെ നിങ്ങൾ ചിലവായിക്കോളി. നിങ്ങൾ അതൊന്നും പാത്തിച്ചിട്ട് മരിച്ചു പോകണ്ട. അത് നിങ്ങൾക്ക് കിട്ടൂല. അതാ അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ചിലവ് ചെയ്യുന്നത് നിങ്ങൾ ജീവിച്ച കാലത്ത് നിങ്ങൾ ചിലവ് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അത് അല്ലാത്തതൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല. അതൊക്കെ ഏതെങ്കിലുമൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പറയുകയാണ്. അതൊന്നും വെറുതെയല്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ ദീനിനെ സഹായിക്കാനും ദീനിന് ഖിദ്മത്ത് ചെയ്യാനും നിങ്ങളെ നാട്ടിൽ തന്നെ ഒരു സ്ഥാപനം ദീനൊക്കെ ഉണ്ടാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ സമ്പത്തിൽ നിന്ന് ദീനിന് വേണ്ടി ചെലവ് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാ മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിങ്ങൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്തു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.